നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഇരുണ്ട നാളുകൾ അവസാനിക്കാൻ പോവുകയാണെന്നും അതിമനോഹരമായ ഒരു നല്ല കാലം വരാൻ പോവുകയാണെന്നും നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുമോ എന്ന്? പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവിതം മാറിമറിയുമ്പോൾ അതെല്ലാം വെറുമൊരു യാദൃച്ഛികം മാത്രമാണോ? അതോ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ചില രഹസ്യ സന്ദേശങ്ങളാണോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായ ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വല്ലാതെ തളർന്നു പോകാറുണ്ട്. തൊട്ടതെല്ലാം പരാജയപ്പെടുന്ന, കൂടെയുള്ളവർ പോലും നമ്മെ കൈവിടുന്ന, സാമ്പത്തികമായി തകരുന്ന ചില അവസ്ഥകൾ. അപ്പോഴൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കും, ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അവസാനമുണ്ടായിരുന്നെങ്കിലെന്ന്. നമ്മൾ വിചാരിക്കുന്നത് ഭാഗ്യം എന്നത് പെട്ടെന്ന് ആകാശത്തുനിന്നും എപ്പോഴോ പൊട്ടിവീഴുന്ന ഒന്നാണെന്നാണ്. എന്നാൽ ചരിത്രം തിരുത്തിക്കുറച്ച മൗര്യസാമ്രാജ്യത്തിന്റെ ശില്പിയായ ആചാര്യ ചാണക്യൻ തന്റെ വിഖ്യാതമായ ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതിനു മുൻപ് പ്രകൃതി തന്നെ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരുമെന്ന്. ഒരു വലിയ മഴ പെയ്യുന്നതിനു മുൻപ് ആകാശം കറുത്തിരുണ്ട്, തണുത്ത കാറ്റ് വീശുന്നതുപോലെ, വസന്തകാലം വരുന്നതിനു മുൻപ് മരങ്ങളിൽ പുതിയ ഇലകൾ തളിർക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കടന്നുവരുന്നതിനു മുൻപും ചില ശക്തമായ സൂചനകൾ ലഭിക്കും. ഈ സൂചനകളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നല്ല കാലത്തെ കൂടുതൽ വ്യക്തതയോടെയും തയ്യാറെടുപ്പുകളോടെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ രേഖപ്പെടുത്തിവെച്ച ഈ കാര്യങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ 100% പ്രായോഗികമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിനു മുൻപ്, നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറി നല്ല കാലം വരുന്നതിനു മുൻപ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന 8 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. ഈ വീഡിയോയുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും സമാനമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഒന്നാമത്തെ ലക്ഷണം, സജ്ജനങ്ങളുടെയും വിശിഷ്ട വ്യക്തികളുടെയും കടന്നുവരവ്. ചാണക്യനീതി പ്രകാരം നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കോ വളരെ അപ്രതീക്ഷിതമായി നല്ലവരായ, ഈശ്വരവിശ്വാസമുള്ള, സദ്ഗുണസമ്പന്നരായ ആളുകൾ വരികയാണെങ്കിൽ അത് വരാനിരിക്കുന്ന വലിയൊരു സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ മോശം സമയത്ത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളോട് അസൂയയുള്ളവരോ ആയിരിക്കും കൂടുതലും നിങ്ങളുടെ കൂടെയുണ്ടാവുക. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി യാതൊരു മുൻപരിചയവുമില്ലാത്ത എന്നാൽ നല്ല ചിന്തകളും അറിവുമുള്ള വ്യക്തികൾ നിങ്ങളെ തേടിവരികയോ നിങ്ങളുമായി സംസാരിക്കാൻ താൽപ്പര്യം കാണിക്കുകയോ ചെയ്താൽ അത് ചെറിയ കാര്യമല്ല. ഇത് ചിലപ്പോൾ ഒരു സന്യാസിയാകാം, അറിവുള്ള ഒരു ഗുരുവായിരിക്കാം, അല്ലെങ്കിൽ നിസ്വാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനാകാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ, നിങ്ങൾക്ക് ശരിയായ ഒരു ഉപദേശം നൽകാൻ ഇത്തരക്കാരുടെ വരവ് കാരണമാകും. ദുഷ്കാലം മാറുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് ഊർജ്ജമുള്ള നല്ല ആളുകൾ നമ്മുടെ ചുറ്റും വന്നുചേരുന്നത് എന്നാണ് ചാണക്യൻ പറയുന്നത്. നിങ്ങളുടെ ഭവനത്തിലേക്ക് പുണ്യാത്മാക്കൾ കടന്നുവരുന്നത് അവിടെ ഈശ്വരസാന്നിധ്യം വർദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. രണ്ടാമത്തെ ലക്ഷണം, മനസ്സിനുണ്ടാകുന്ന അകാരണമായ സന്തോഷവും ശാന്തിയും. നമ്മൾ സാധാരണയായി സന്തോഷിക്കുന്നത് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുമ്പോഴോ ആണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വരാൻ തുടങ്ങുമ്പോൾ വലിയ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിൽക്കും. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത വല്ലാത്തൊരു ഉന്മേഷം തോന്നും. ചുറ്റും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതൊന്നും നിങ്ങളെ അലട്ടില്ല. എങ്ങനെയൊക്കെയോ അതെല്ലാം ശരിയാകും എന്നൊരു വലിയ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്നും തനിയെ വരും. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും നിരാശയുമെല്ലാം മാറി അവിടെ പ്രത്യാശയുടെ വലിയൊരു പ്രകാശം നിറയും. ഈശ്വരനോടുള്ള ഭക്തി വർദ്ധിക്കും. പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയും. ഇതെല്ലാം നിങ്ങളുടെ മനസ്സ് വരാനിരിക്കുന്ന നല്ല കാലത്തെ മുൻകൂട്ടി അറിയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് ഊർജ്ജവുമായി നിങ്ങളുടെ മനസ്സ് ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. മൂന്നാമത്തെ ലക്ഷണം, മൃഗങ്ങളുടെയും പക്ഷികളുടെയും പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പ്രകൃതിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് മൃഗങ്ങളും പക്ഷികളുമാണ്. മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഊർജ്ജതലത്തിൽ മുൻകൂട്ടി അറിയാൻ അവർക്ക് സാധിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി പശുക്കൾ കടന്നുവരികയോ പക്ഷികൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ ജനൽപ്പടിയിലോ വന്ന് സ്ഥിരമായി ശബ്ദമുണ്ടാക്കുകയോ സന്തോഷത്തോടെ പാറിനടക്കുകയോ ചെയ്താൽ അത് വലിയ ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ചാണക്യനീതി പ്രകാരം നല്ല ഊർജ്ജമുള്ള, ഐശ്വര്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ മൃഗങ്ങളും പക്ഷികളും ആകർഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും നെഗറ്റീവ് ഊർജ്ജം മാറി പോസിറ്റീവ് ഊർജ്ജം നിറയുമ്പോഴാണ് പ്രകൃതിയിലെ ജീവജാലങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുന്നത്. വീട്ടിൽ കുരുവികൾ കൂടുകൂട്ടുന്നത്, പൂച്ചകൾ വന്ന് പ്രസവിക്കുന്നത് ഒക്കെ പണ്ടുള്ളവർ വലിയ ഐശ്വര്യമായി കണ്ടിരുന്നത് ഇതുകൊണ്ടാണ്. അത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മീദേവി കടന്നുവരുന്നതിന്റെ, അതായത് സമ്പത്തും സമാധാനവും വരാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. നാലാമത്തെ ലക്ഷണം, നിങ്ങളുടെ സ്വന്തം ശീലങ്ങളിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ.
ഒരാളുടെ ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് അയാളുടെ ചിന്തകളും ശീലങ്ങളുമാണ്. നിങ്ങൾ ബോധപൂർവം ആഗ്രഹിക്കാതെ തന്നെ നിങ്ങളുടെ ദുശ്ശീലങ്ങൾ മാറിത്തുടങ്ങുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യം വരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഉദാഹരണത്തിന്, രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്ന ശീലമുള്ള ഒരാൾ അലാം വയ്ക്കാതെ തന്നെ സൂര്യോദയത്തിനു മുൻപ്, അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരാൻ തുടങ്ങുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ആരോഗ്യവും സമ്പത്തും വർദ്ധിക്കുമെന്ന് ചാണക്യൻ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമിതമായ ദേഷ്യം കുറയുക, മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുക, അലസതയും മടിയും മാറി എപ്പോഴും കർമ്മനിരതനാകുക എന്നീ മാറ്റങ്ങൾ നിങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു എന്നുറപ്പിക്കാം. കാരണം ഭാഗ്യദേവത എപ്പോഴും അധ്വാനിക്കുന്നവരുടെയും ശാന്തസ്വഭാവം ഉള്ളവരുടെയും കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇരുട്ട് മാറി വെളിച്ചം വരുന്നതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന ഈ മാറ്റം വലിയ വിജയങ്ങളുടെ മുന്നോടിയാണ്. 5ാമത്തെ ലക്ഷണം, സ്വപ്നങ്ങളിലൂടെ ലഭിക്കുന്ന പ്രത്യേക സൂചനകൾ. നമ്മുടെ ഉപബോധ മനസ്സ് വരാനിരിക്കുന്ന പല കാര്യങ്ങളും സ്വപ്നങ്ങളിലൂടെ നമ്മെ അറിയിക്കാറുണ്ട്. ചാണക്യനീതിയുമായി ബന്ധപ്പെട്ട പല പുരാതന ഗ്രന്ഥങ്ങളിലും ഇത്തരം ശുഭസ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തെളിഞ്ഞൊഴുകുന്ന വെള്ളം, വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവ്, പച്ചപിടിച്ചു നിൽക്കുന്ന വലിയ കൃഷിയിടങ്ങൾ, പൂത്തുനിൽക്കുന്ന മരങ്ങൾ, ക്ഷേത്രങ്ങൾ, ദൈവങ്ങളുടെ രൂപങ്ങൾ, ചെറിയ കുട്ടികൾ സന്തോഷത്തോടെ ചിരിക്കുന്നത്, പാൽ, സ്വർണം തുടങ്ങിയവ സ്വപ്നം കാണുന്നത് വളരെ നല്ല ലക്ഷണമാണ്. ഇത്തരം സ്വപ്നങ്ങൾ തുടർച്ചയായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉടൻ തന്നെ അവസാനിക്കുമെന്നും പുതിയ വഴികളിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരുമെന്നും അർത്ഥമാക്കുന്നു. ദുർസ്വപ്നങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിന്റെയും നെഗറ്റീവ് ഊർജ്ജത്തിന്റെയും ലക്ഷണമാണെങ്കിൽ ഇത്തരം മനോഹരമായ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടുമാറി പ്രകാശം നിറയുന്നതിന്റെ പ്രതിഫലനമാണ്. 6ാമത്തെ ലക്ഷണം, അപ്രതീക്ഷിതമായ ചെറിയ ധനലാഭങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകുന്നതിനു മുൻപ് പ്രപഞ്ചം ചില ചെറിയ സാമ്പത്തിക നേട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് സൂചന നൽകും. വഴിയിൽ നിന്നും നാണയങ്ങൾ കളഞ്ഞുകിട്ടുക, നിങ്ങളെന്നോ മറന്നുപോയ, ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു പഴയ കടം തിരികെ ലഭിക്കുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അപ്രതീക്ഷിതമായി ചെറിയൊരു തുക വരിക, നിങ്ങളുടെ ബിസിനസ്സിൽ വിചാരിക്കാത്ത സമയത്ത് ചെറിയ ലാഭങ്ങളുണ്ടാവുക, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ ചെറിയ തുകകൾ വെറുതെയല്ല നിങ്ങളുടെ കൈകളിലെത്തുന്നത്. അത് സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിന്റെയും ധനലക്ഷ്മി നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നതിന്റെയും സൂചനയാണ്. ഇത്തരം ചെറിയ നേട്ടങ്ങളെ നന്ദിയോടെ സ്വീകരിക്കുകയും അതിനെ വിലമതിക്കുകയും ചെയ്യുമ്പോൾ വലിയ സമ്പത്ത് നിങ്ങളെ തേടിവരുമെന്നാണ് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത്. ചെറിയ കാര്യങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ വലിയ കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കൂ. 7ാമത്തെ ലക്ഷണം, ശത്രുതകളും തടസ്സങ്ങളും തനിയെ ഇല്ലാതാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് വലിയൊരു തടസ്സമായി നിൽക്കുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ശത്രുതയും പകയുമാണ്. എന്നാൽ ഭാഗ്യം തെളിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എതിർപ്പുകൾ തനിയെ ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളോട് എപ്പോഴും വഴക്കിട്ട് നിന്നവർ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വരികയോ അല്ലെങ്കിൽ അവരുമായുള്ള പ്രശ്നങ്ങൾ വളരെ സമാധാനപരമായി അവസാനിക്കുകയോ ചെയ്യും. ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കോടതി കേസുകളോ മറ്റു തർക്കങ്ങളോ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ മനസ്സിന്റെ ഊർജ്ജം പോസിറ്റീവാകുമ്പോൾ ചുറ്റുമുള്ള ആളുകളുടെ ശത്രുത കുറയുകയും അവർ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തടസ്സം മാറിപ്പോകുന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണ്. ചുറ്റുമുള്ള നെഗറ്റീവ് മനുഷ്യർ മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാകും. 8ാമത്തെ ലക്ഷണം, കുടുംബത്തിൽ തിരികെ വരുന്ന ഐക്യവും സമാധാനവും. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏതൊരു വ്യക്തിയുടെയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമാധാനമുള്ള ഒരു കുടുംബമാണ്. എപ്പോഴും വഴക്കും ബഹളവും കരച്ചിലുമുള്ള വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം നിലനിൽക്കില്ല. അവിടെ ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ദുഷ്കാലം മാറി നല്ല കാലം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം തന്നെ പൂർണ്ണമായി മാറും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. പരസ്പരം കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും അവർ തയ്യാറാകും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. കുട്ടികൾ അനുസരണയുള്ളവരാകും. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെച്ച് ചിരിക്കാനും തുടങ്ങും. പുറത്തുപോയി വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത്തരത്തിൽ കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഏതു വലിയ ആഗ്രഹവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണയാണ് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ഭാഗ്യം. ചാണക്യനീതിയിൽ പറയുന്ന ഈ 8 ലക്ഷണങ്ങൾ ഒരിക്കലും വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയുടെയും മനുഷ്യമനസ്സിന്റെയും മാറ്റങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആചാര്യ ചാണക്യൻ രേഖപ്പെടുത്തിവെച്ച ശാസ്ത്രീയമായ സത്യങ്ങളാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം മാറുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ചുറ്റുപാടുകളും മാറുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ തളർന്നുപോകാതെ ഈ നല്ല ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ 8 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം. പ്രകൃതി നൽകുന്ന ഈ സൂചനകളെ കൃത്യമായി മനസ്സിലാക്കി
പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക. വിജയം നിങ്ങളെ തേടിവരിക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.